ഇദാ മരിള ഫഉദ്ഹു, ഒരു സത്യവിശ്വാസിയായ മനുഷ്യൻ രോഗം ബാധിച്ചാൽ അയാളെ നീ സന്ദർശിക്കണം. അത് മുഅ്മിനായ മനുഷ്യന്റെ സാമൂഹികമായ കടമയാണ്. എന്താണ് സന്ദർശിച്ചുകൊണ്ട്? രണ്ടു കൂട്ടർക്കും കൊണ്ട് ഗുണമുണ്ട്. സന്ദർശിക്കുന്നവനുണ്ട്, സന്ദർശിക്കപ്പെടുന്ന രോഗിക്കുമുണ്ട്. സന്ദർശിക്കുന്നവന് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുന്നു, ഒരു മനുഷ്യൻ രാവിലെ ഒരു മുഅ്മിനായ മനുഷ്യന് രോഗസന്ദർശനത്തിന് വേണ്ടി തന്റെ വീട്ടിൽ നിന്നിട്ട് പുറപ്പെട്ട് രോഗിയെ കണ്ട് തിരിച്ച് അവന്റെ വീട്ടിലെത്തുന്നത് വരെ അല്ലാഹു സുബ്ഹാനഹു വ തആലാന്റെ റഹ്മത്തിൽ മുങ്ങിക്കുളിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് മാത്രമല്ല, അന്ന് വൈകുന്നേരം വരെ 70,000 മലായിക്കത്ത് ഈ പോയ വ്യക്തിക്ക് വേണ്ടിയിട്ട് പൊറുക്കലിനെ തേടിക്കൊണ്ടിരിക്കും. വൈകുന്നേര സമയത്താണ് ഈ പോയതെങ്കിൽ പുറപ്പെട്ട് തിരിച്ചെത്തുന്നത് വരെ അല്ലാഹുവിന്റെ റഹ്മത്തിൽ അവൻ മുങ്ങിക്കുളിച്ചുകൊണ്ടിരിക്കുന്നതിന് പുറമെ നേരം പുലരുന്നത് വരെ 70,000 മലായിക്കത്ത് അവന് വേണ്ടി പൊറുക്കലിനെ ചോദിച്ചുകൊണ്ടിരിക്കും. അല്ലാഹുവിന്റെ മുഖറബീങ്ങളായ 70,000 മലായിക്കത്ത് രാവിലെ മുതൽ വൈകിട്ട് വരെയും വൈകിട്ട് മുതൽ രാവിലെ വരെയും പൊറുക്കലിനെ ചോദിച്ചുകൊണ്ടിരിക്കുകയും പുറപ്പെട്ട് തിരിച്ചെത്തുന്നത് വരെയുള്ള സമയത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ റഹ്മത്തിൽ അവൻ മുങ്ങിക്കുളിച്ചുകൊണ്ടിരിക്കുന്നതിന് പുറമെ ഓരോ ചവിട്ടടി വെക്കുന്നതിനും ഒരു ദോഷം പൊറുക്കപ്പെടുകയും ഒരു ഹസനത്ത് എഴുതപ്പെടുകയും ഒരു ദറജ ഉയർത്തപ്പെടുകയും ചെയ്യും. ഓരോ ചവിട്ടിനും 3. അങ്ങനെ പോയി തിരിച്ചെത്തുന്നത് വരെ ഒരു രോഗിയെ സന്ദർശിക്കാൻ, രോഗം ക്യാൻസർ തന്നെ ആയിക്കൊള്ളുന്നില്ല, പല്ലുവേദനയോ തലകടച്ചിലോ ആണെങ്കിൽ പോലും ഇപ്പറയുന്ന കുളി പോകുന്നവർക്ക് കിട്ടും. ഒന്ന്. രണ്ടാമത്തേത്, ഈ വ്യക്തി അവിടെ ചെന്ന് രോഗിയെ കാണുമ്പോൾ രോഗിയുടെ വിഷമവും പ്രയാസവും കണ്ടാൽ തനിക്ക് ഒരു ചിന്ത വരും, പടച്ചോനെ, അള്ളാഹു എനിക്ക് ചെയ്തു തന്ന നിഅമത്ത് എത്ര വലിയതാണ്, ഈ രോഗം എനിക്ക് ബാധിച്ചില്ലല്ലോ, എനിക്ക് അള്ളാഹു തആല ആഫിയത്ത് തന്നില്ലേ. അപ്പൊ അള്ളാഹു തന്ന് അതിർക്കുന്ന ആഫിയത്തിന്റെ വലിപ്പം മനസ്സിലാക്കാനും അള്ളാഹുവിന്റെ പരീക്ഷണത്തിൽ രോഗം ബാധിച്ചാലുണ്ടാവുന്ന വിഷമത്തെക്കുറിച്ച് ചിന്തിക്കാനും പരലോകത്തിലേക്ക് ആലോചിക്കാനും ഇത് കാരണമായി തീരും. അപ്പൊ അള്ളാഹുവിന്റെ നിഅമത്തിനെ മനസ്സിലാക്കിയതിന് ശുക്ർ ചെയ്യാൻ ഇത് സബബാവുന്നു. നേരത്തെ പറഞ്ഞതിന്റെ ഒക്കെ പുറമെ രോഗിക്കോ, രോഗി മുഅ്മിനീങ്ങൾ തമ്മിലുള്ള കടമകൾ പറ്റപ്പോ ഏകദേശം ഇല്ലാണ്ടായിപ്പോയി. അതുകൊണ്ട് തന്നെ ഈ സമൂഹം കീപ്പോട്ട് താന്നുകൊണ്ടിരിക്കുകയാണ്. പരസ്പരം ഒരു ശരീരം പോലെയാണല്ലോ സത്യവിശ്വാസികൾ. ഇങ്ങനെ ആരോഗ്യമുള്ള സമയത്ത്, നല്ല സമയത്ത് പ്രവർത്തിക്കാനും ഓടിപ്പായാനും അധ്വാനിക്കാനും സംഘടനയിലും സമൂഹത്തിലും ജോലിസ്ഥലത്തും കമ്പനികളിലും എല്ലാ സ്ഥലത്തും ഉണ്ടായിരുന്നു. രോഗിയായി പായ്ത്തലക്ക് കടന്നു നോക്കുമ്പോൾ ആരും തിരിഞ്ഞു നോക്കാനില്ല. ഇയാളുടെ മനസ്സ് ആകെ തകർന്ന് തരിപ്പണമാവും. പടച്ചോനെ, ഞാൻ ആകുന്ന സമയത്ത് ഇങ്ങനെയൊക്കെ ചെയ്തിട്ട് ഒരു പായ്ത്തലക്ക് കടന്നു നോക്കുമ്പോൾ ഒരു കുട്ടി സഹപ്രവർത്തകന്മാര് പോലും തിരിഞ്ഞു നോക്കാനില്ലാതായല്ലോ, ഇന്നെ ആർക്കും വേണ്ടാതായല്ലോ, ഞാൻ സമൂഹത്തിലൊരു അധികപ്പറ്റായല്ലോ. രോഗത്തെ കഠിനമായി ഇരട്ടിപ്പിക്കുന്ന ഏറ്റവും വലിയ രോഗമാണ് ഈ മാനസികാവസ്ഥ. എനിക്കാരുമില്ല, ഇന്നെല്ലാരും കയ്യൊഴിഞ്ഞു, ഞാൻ ഒറ്റപ്പെട്ടു എന്നൊരു ചിന്ത രോഗിക്ക് വന്നാൽ ഇവന്റെ ശരീരത്തിനെ ബാധിച്ച രോഗത്തിനേക്കാൾ എത്രയോ കഠിനമായ രോഗമാണ് അവനെ മനസ്സിനെ ബാധിക്കുക. അതുകൊണ്ട് തന്നെ ആ രോഗം കഠിനമാകാനും പലപ്പോഴും അപകടകരമായ ഒരു ഘട്ടത്തിലേക്ക് ആ രോഗം പതിക്കാനും അത് കാരണം. നേരെ മറിച്ച് തന്റെ സുഹൃത്തുക്കള്, തന്റെ കൂട്ടുകാര്, തന്റെ ബന്ധുക്കള്, തന്റെ സഹപ്രവർത്തകന്മാര് നിരന്തരം വരികയും അന്വേഷിക്കുകയും ചെയ്യുമ്പോ ഇവന്റെ മനസ്സിന് ധൈര്യം വന്നു. ഇല്ല, ഞാനൊരു വഴക്കൽ കിടന്നാലും എന്നെ അന്വേഷിക്കാൻ ആളുണ്ട്, എന്നെ സ്നേഹിക്കുന്നവരുണ്ട്, എന്നെ അറിയുന്നവരുണ്ട്, എന്നെ വേണ്ടവരുണ്ട്. അതൊരു മനസ്സിന് ധൈര്യം വരുന്നതാണ്. മാനസികമായി തന്നെ ഏറ്റവും നല്ലൊരു ചികിത്സയാണ് സന്ദർശനം എന്ന് പറയുന്നത്. അതുകൊണ്ട് രണ്ടു കൂട്ടർക്കും ഗുണമുണ്ട്, പോകുന്നവനുണ്ട് രോഗിക്കുണ്ട്. ചെന്നാലോ നീട്ടുന്നില്ല, ചെന്നാൽ രോഗം കാണാൻ ചെന്നാൽ ചില അദബുകൾ മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട്. രോഗിയുടെ അടുത്ത് ചെന്ന് ആ രോഗിയുടെ ശരീരത്തിൽ കൈവച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് ദുആ ചെയ്യണം. രോഗസന്ദർശനത്തിന് പോകുന്നവരുടെ മേൽ മുഅക്കദായ സുന്നത്താണ്. അസ്അലുല്ലാഹൽ അളീം റബ്ബൽ അർശിൽ അളീം അൻ യശ്ഫിയക. വേറൊരു റിവായത്തിൽ ആഫിയക ഉണ്ട്. അതുകൊണ്ട് രണ്ടുകൂടിയും പറയണം എന്നാണ് ഇമാം നവവി റളിയല്ലാഹു തആല എന്ന് പറഞ്ഞത്. അസ്അലുല്ലാഹൽ അളീം, മഹാനായ റബ്ബുൽ ഇസ്സത്ത് തമ്പുരാനോട് ഞാൻ ദുആ ചെയ്യുന്നു. റബ്ബൽ അർശിൽ അളീം, മഹത്തായ അർശിന്റെ ഉടമയാവുന്ന അല്ലാഹു തമ്പുരാനോട് ഞാൻ ദുആ ചെയ്യുന്നു. യശ്ഫിയക, നിനക്ക് അവൻ ശിഫയാക്കി തരുമാറാകട്ടെ. ആഫിയക, അല്ലാഹു അവൻ നിനക്ക് സുഖം നൽകുമാറാകട്ടെ എന്ന് 7 പ്രാവശ്യം ഈ രോഗിയുടെ ശരീരത്തിൽ കൈവച്ച് പറയണമെന്നും
അങ്ങനെ ഒരു മുഅ്മിനായ മനുഷ്യൻ ഒരു രോഗിയെ സന്ദർശിക്കുന്ന സമയത്ത് ഈ ദിക്ർ 7 പ്രാവശ്യം ചൊല്ലിയാൽ മരണരോഗമല്ലെങ്കിൽ ആ രോഗം അല്ലാഹു തആല ദുആ കൊണ്ട് ശിഫയാക്കി കൊടുക്കുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞതായി ഇമാം തുർമുദി റിവായത്ത് ചെയ്യുന്ന ഹദീസിലുണ്ട്. അപ്പോ നാം അവിടെ ചെന്നാൽ അതിനെ മന്ത്രം എന്നും പറയാം. ഈ മന്ത്രങ്ങളൊക്കെ ദിക്റുകളും ദുആകളും ഉണ്ടാകുക. വേറെയും ദുആകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇങ്ങനെയും തങ്ങൾ മന്ത്രിച്ചിട്ടുണ്ട്. വിവിധ രീതിയിലാവും. പക്ഷെ ഇത് സുന്നത്തായി കൽപ്പിച്ചതാണ്. രോഗിയെ കാണാൻ ചെല്ലുന്ന ആളുകൾ പറയേണ്ടത് അസ്അലുല്ലാഹൽ അളീം റബ്ബൽ അർശിൽ അളീം യശ്ഫിയക വയുആഫിയക. 2 റിവായത്തോടെ കൂട്ടുമ്പോഴാണ് യശ്ഫിയക യുആഫിയക ഉണ്ടാകുന്നത്. രണ്ടാലും ഒന്ന് പറഞ്ഞാലും മതി, യശ്ഫിയക പറഞ്ഞാലും ഓക്കെ. ഇങ്ങനെ ദുആ ചെയ്യുക. അധികം അവിടെ നിന്ന് ചുറ്റിപ്പറ്റി നിന്ന് വിഷമാക്കാത്ത നിലക്ക് പോരുകയാണ് വേണ്ടത്. കാരണം ആളുകൾ അങ്ങനെ വരാൻ തുടങ്ങി വന്നോല് അവിടെ ഇങ്ങനെ ഇരിക്കുമ്പോ കുറെ കഴിയുമ്പോ എന്തെങ്കിലും വെള്ളം തന്നെ കൊടുക്കണ്ടേ. അപ്പൊ പേർക്കാർക്ക് അതായി സോല്. തന്റെ രോഗിയാവുന്ന കുടുംബക്കാരനെ ശ്രദ്ധിക്കുന്നതിലേറെ ഇവരെ സന്ദർശിക്കാൻ വന്നവർക്ക് ചായയും വെള്ളവും ഉണ്ടാക്കാനും അവർക്ക് ചോറും കഞ്ഞി ഒപ്പിക്കാനും നോക്കണം. ബജറ്റ് അല്ലെങ്കിൽ തന്നെ ഇവിടെ കമ്മിയാണ്. ആകണ്ടായതിനെ കുടുംബനാഥനാണ് പായ്ത്തലക്കിൽ കടന്ന് അതിന്റെ ഇടയ്ക്ക് മറ്റവർക്ക് ചായ ബിസ്ക്കറ്റ് ഉണ്ടാക്കാൻ നടന്നാൽ നേരെ തന്നെ കമ്മിയായ ബജറ്റ് കൂടുതൽ ആഴത്തിലേക്ക് പതിച്ചുകൊണ്ടിരിക്കും. സാമ്പത്തികമായ ബാധ്യത ഒന്ന്. രണ്ടാമത്തേത് രോഗിയായ തന്റെ ബന്ധുവിനെ ശ്രദ്ധിക്കേണ്ട സമയം സന്ദർശകരെ ശ്രദ്ധിക്കുക എന്ന് പറയുന്ന മാനസികമായ വിഷമം. ഈ രണ്ടിനും സന്ദർശകർ കാരണമാകാൻ പാടില്ല. അപ്പൊ പോവുക, വിവരങ്ങൾ അന്വേഷിക്കുക, സന്തോഷവാക്ക് പറയുക, രോഗം കൊണ്ട് കിട്ടുന്ന ഗുണങ്ങളെ പറ്റിയും ക്ഷമിച്ചാൽ കിട്ടുന്ന മഹത്തായ നേട്ടങ്ങളെ പറ്റിയൊക്കെ ചുരുങ്ങിയ തോതിൽ പറയുക. കൂട്ടത്തിൽ രോഗിയോട് ദുആ ചെയ്യാൻ പറയുക. നമ്മൾ അങ്ങോട്ട് തീർക്കുക, അതിന്റെ പുറമെ പറയാം. കാരണം എന്താണ്? മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞതായി കാണാം, രോഗശയ്യയിൽ കിടക്കുന്ന ഒരു മനുഷ്യന്റെ ദുആ കദുആഇ ബഅദിൽ മലായിക, അല്ലാഹുവിന്റെ മുഖറബീങ്ങളായ മലായികത്തിന്റെ പ്രാർത്ഥനയ്ക്ക് സമാനമാണ്. രോഗിയുടെ ദുആ മലക്കുകളുടെ ദുആക്ക് സമാനമാണ്. മലക്കുകളുടെ ദുആ അല്ലാഹുവിന് എന്തായാലും തട്ടൂല. അപ്പൊ അത് പറഞ്ഞു കൊടുത്ത് മനസ്സിലാക്കിയിട്ട് നമ്മൾ അവർക്ക് വേണ്ടി ദുആ ചെയ്തതിന് പുറമെ നമുക്ക് വേണ്ടി ദുആ ചെയ്യാൻ ആവശ്യപ്പെടുക. വേഗം സ്ഥലം വിടുക. ബാങ്ക് കൊടുത്താണി ആരാ സാധാരണ ചുരുക്കുക. ആ വിഷയം ഇന്നൊരാഴ്ച പറയാൻ പറ്റൂലല്ലോ പോയി. അപ്പൊ അതുകൊണ്ട് ഏതാനും വാക്കുകളിലൂടെ പെട്ടെന്ന് ചുരുക്കാണ്. അങ്ങനെ രോഗം കണ്ട ആള് ദുആ ചെയ്ത് അതുപോലെ തന്നെ ഇങ്ങോട്ട് ദുആ ചെയ്യാൻ ആവശ്യപ്പെട്ട് വേഗം പോരുക. അവിടെ നിന്ന് രോഗിക്കോ അതല്ലെങ്കിൽ രോഗിയുടെ കുടുംബത്തിനോ താൻ ഒരു ബാധ്യത ആവാൻ ഇടവരരുത്. അതാണ് സാധാരണ സന്ദർശകരുടെ അദബ്. അതേ സമയത്ത് ഒരു സന്ദർശകൻ അവിടെ എത്രയും സമയം ഉപയോഗിക്കുന്നത് ആ രോഗിക്ക് സന്തോഷകരമാണ്. അതുകൊണ്ട് അവന് മാനസികമായി സുഖം അനുഭവപ്പെടുന്നുണ്ട് എങ്കിൽ അവൻ പെട്ടെന്ന് പോരുകയല്ല. ഉപയോഗപ്പെടുത്താൻ പറ്റുന്ന അത്ര സമയം ഉപയോഗപ്പെടുത്തി അവിടെ സമയം വിനിയോഗിക്കുക. അതുപോലെ എന്താ, ഈ രോഗിയായിരിക്കുന്ന ആൾക്ക് ഒരു മാനസികമായ ആശ്വാസം ലഭിക്കുന്ന ഒരു സാഹചര്യം. അടുത്ത സുഹൃത്തുക്കളോ അല്ലെങ്കിൽ ബർക്കത്തിന് അയലുകാരായ ആളുകളൊക്കെ ആണെങ്കിൽ അങ്ങനെ ഉണ്ടാകുക. അങ്ങനെ ഉണ്ടെങ്കിൽ അവർക്ക് സമയം ദീർഘിപ്പിക്കുക. ഇനി പോയി രോഗം കണ്ട് പെട്ടെന്ന് പോരുന്നത് വീട്ടുകാർക്ക് ഇഷ്ടമല്ല. അവിടെ എന്തെങ്കിലും ഒരു ഭക്ഷണം കഴിച്ചിട്ട്, ഉദാഹരണം ഒരു ചായയെങ്കിലും കഴിച്ചിട്ട് പോരുന്നത് അവർക്ക് തൃപ്തിയുള്ളൂ. അങ്ങനെ ചെന്ന് സലാം പറഞ്ഞ് വിവരങ്ങളൊക്കെ അന്വേഷിച്ച് ഉടനെ ഇറങ്ങിപ്പോരുന്നത് അവർക്ക് ഒരു സങ്കടത്തിന് വിഷമത്തിന് ഇടവരുത്തും എങ്കിൽ അവരെ ദുഃഖിപ്പിക്കാൻ പാടില്ലല്ലോ. എന്നാൽ ആദ്യം പറഞ്ഞ പ്രശ്നം പരിഗണിക്കുകയും വേണം. അഥവാ ഇവരെ സാമ്പത്തികമായ ബാധ്യത വരുത്തിവെക്കരുത്. അതിന് ഇങ്ങനെയുള്ള സ്ഥലത്ത് അത്തരക്കാരായ ആളുകൾ, അതായത് നമ്മൾ പോയാൽ അവിടുന്ന് വെറുതെ പോരുന്ന അവർക്ക് എന്തായാലും ഇഷ്ടമുണ്ടാവില്ല എന്ന് അറിയുന്ന ആളുകൾ പോകുമ്പോൾ ഹദിയായി വല്ലതും കൊണ്ടുപോവുക. അത് പ്രത്യേകം സുന്നത്ത. വീട്ടിലേക്ക് ഹദിയായിട്ട്, ഉദാഹരണം പറഞ്ഞാൽ നല്ല പലഹാരങ്ങൾ എന്തെങ്കിലും കൊണ്ടുപോവുക, ഇങ്ങനത്തെ അതല്ലെങ്കിൽ ഫ്രൂട്ട്സുകൾ എന്തെങ്കിലും. എന്നാൽ എന്താവെന്ന് വെച്ചാൽ ഈ വരുന്ന മറ്റു കുറെ ആളുകൾക്ക് ഇത് കൊടുക്കുമ്പോൾ ഉണ്ടാവും അവർക്കൊരു സാമ്പത്തിക ബാധ്യത ഇല്ലാണ്ടാവുമല്ലോ. അങ്ങനെ ഈ സാമ്പത്തിക ബാധ്യതയും വിഷമം കുറക്കുമാർ അവിടെ ഫലപ്രദമാവുന്ന നിലക്കുള്ള എന്തെങ്കിലും ഹദിയ കൊണ്ടുപോകണം. എന്നാലും അവരെ വിഷമിപ്പിക്കാതെ, സാമ്പത്തികമായി വിഷമിപ്പിക്കരുത്, മാനസികമായി അവർക്കൊരു വിഷമത്തിന് ഇടയും വരുത്തരുത്. ഇങ്ങനെ സാധാരണ രോഗത്തിന്റെ അവസ്ഥ അതാണ്. പക്ഷേ
ഒരു രോഗിയെ സന്ദർശിക്കാൻ ചെന്നപ്പോ രോഗത്തിന്റെ അവസ്ഥ വളരെ ഗുരുതരാണ്. പ്രതീക്ഷ കാണുന്നില്ല. ലക്ഷണം കൊണ്ടൊക്കെ ആള് ബാക്കിയാവില്ല എന്നാണ് തോന്നുന്നത്. ചില അടയാളങ്ങളെ കൊണ്ടും അനുഭവങ്ങളെ കൊണ്ടും പരിചയം കൊണ്ടും ഒക്കെ മനസ്സിലാവും. അങ്ങനെയുണ്ടെങ്കിൽ അവിടെ നിങ്ങൾക്ക് ഏതായാലും രസമില്ല, ബാക്കിയാവൂല, അതുകൊണ്ട് വേഗം തൗബ ചെയ്ത് ഇറങ്ങിക്കോളി, അങ്ങനെ പറയാൻ പാടില്ല. അത് രക്ഷയുണ്ടോ ഇല്ല എന്ന് തീരുമാനിക്കുന്നത് റബ്ബുൽ ഇസ്സത്തായ റബ്ബുരാണ്. നമ്മളെപ്പോഴും പ്രതീക്ഷ കൊടുക്കന്നെ വേണ്ടത്. പക്ഷെ എന്നാലും അവിടെ ബുദ്ധിപൂർവമായ ഇടപെടലിലൂടെ തൗബ ചെയ്യുന്നതിന്റെ ആവശ്യകതയും അള്ളാഹുവിലേക്ക് ഖേദിച്ചു മടങ്ങുന്നത് കൊണ്ടുണ്ടാവുന്ന ഗുണങ്ങളും നേട്ടങ്ങളും പ്രത്യേകം ഉണർത്തി തൗബക്ക് ഇവനെ സജ്ജമാക്കുക എന്ന കാര്യം ഈ സന്ദർശകൻ ചെയ്യേണ്ട ധർമ്മങ്ങളിൽപ്പെട്ട പ്രധാനപ്പെട്ട ഒന്ന്. അത് നേരിട്ട് ഇനി നമുക്കൊന്നും ബാക്കിയാവില്ല, ഇനി ഏതായാലും രക്ഷപ്പെടും തോന്നില്ല, അതുകൊണ്ട് നിങ്ങൾ തൗബ ചെയ്ത് നന്നായിക്കോളി എന്ന് പറയാൻ പാടില്ല. അത് വലിയ കുറ്റവും. രോഗം സന്ദർശിക്കാൻ പോകാതിരുന്നാൽ ഈ സാമൂഹ്യ ബാധ്യത നിറവേറ്റില്ലാന്നേ ഉള്ളൂ. മറ്റേ കൊലപാതകത്തിന് പ്രേരണ ചെലുത്തി എന്ന കുറ്റത്തിന്റെ പേരിൽ ഇവൻ പിടിക്കപ്പെടുകയ്യ. അപ്പൊ അതെന്തായാലും പറയാൻ പാടില്ല. അല്ലാതെ തന്നെ മൊത്തം എപ്പോഴും തൗബ ചെയ്യേണ്ടതിന്റെ ആവശ്യകതയും രോഗമാകുമ്പോൾ പൊതുവിൽ തൗബ ചെയ്യേണ്ട പ്രത്യേക ആവശ്യകതയും അതുകൊണ്ടുണ്ടാവുന്ന ഗുണങ്ങളും നേട്ടങ്ങളും പറഞ്ഞു ബോധ്യപ്പെടുത്തി തൗബക്ക് പ്രേരിപ്പിക്കുക, നല്ലതിലേക്ക് അവന്റെ ശ്രദ്ധ കൊണ്ടുവരിക. അതോടുകൂടി തന്നെ ഏകദേശം അങ്ങ് എത്തിയെന്ന് കണ്ടാൽ കെലിമ ചൊല്ലിക്കൊടുക്കുക. ഒക്കെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്, നിങ്ങൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലിക്കോളി, അള്ളാന്ന് പറഞ്ഞോളി, മറ്റേ അതും ഇതൊന്നും പറഞ്ഞു കൊടുക്കണ്ട എന്ന് പറയാൻ നിൽക്കാതെ. അതൊരു ആക്ഷേപമാണ്. നിങ്ങൾ ഈ കരഞ്ഞിട്ടും വിഷമിച്ചിട്ടൊന്നും കാര്യമില്ല, നമ്മൾ ഇങ്ങനെ ഞെരങ്ങിയിട്ട് മൂളിയിട്ടും അതുകൊണ്ടൊന്നും ഗുണം കിട്ടൂല, നിങ്ങളെ ദുഃഖമായിട്ട് നോക്കിക്കോൾ എന്ന് പറയുമ്പോ ഇയാള് ചെയ്യുന്നതിന് ആക്ഷേപിക്കലാണല്ലോ. പോയി ചെയ്യാൻ പാടില്ല, അതിനും കൂലിട്ടു. ആ കരച്ചിലിനും ആ ഞരക്കത്തിനൊക്കെ അതിനും കൂലിട്ടു. അതിനെക്കാട്ടിലും നല്ല, അതൊക്കെ നല്ല തന്നെ തസ്ബീഹായിട്ട് കൂട്ടും. എന്നാലും നമ്മൾ അഫ്ളലു ദിക്ർ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നാണല്ലോ. നമ്മൾ കുറച്ചേറെ കൂട്ടായിട്ട് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് ചൊല്ലി നോക്കുക. ആരോട്? കൂടക്കണവരോട്. അവരോട് അറിയണ്ടേ? കൂടക്കണവരോട്. കുറെ ആളുകളുണ്ടെന്ന് നമ്മൾ കുറച്ചേരം 10 മിനിറ്റ് സമയം ഒരു തെഹ്ലീലില്ല. അള്ളാഹുവിന്റെ പ്രത്യേക റഹ്മത്ത് ഇറങ്ങും. വലിയ ഹൈറാണ്, ദുനിയാവിലും ആഖിറത്തിലും ഹൈറാണല്ലോ. ദിക്റിൽ ഏറ്റവും അഫ്ളലായ ദിക്റാണ്. നമ്മളൊന്ന് കൂടെ ചെല്ലല്ലേ? അങ്ങനെ എല്ലാവരും കൂടി ലാ ഇലാഹ ഇല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹ് കുറച്ചേരം ചെല്ലിയിട്ട് മറ്റേയാളും കൂടെ ചെല്ലി. എന്നാ പിന്നെ ഒന്നും പറയണ്ട, ഖലാസ്. ഇല്ല, കൂടെ ചെല്ലിയിട്ടില്ലെങ്കിലോ നിങ്ങളും ചെല്ലിക്കോളി എന്ന് പറയുന്നതിനായിട്ടും നല്ല 5 മിനിറ്റ് നേരം മിണ്ടാതെ എന്നിട്ട് പിന്നെ ഒന്നുകൂടി നമ്മൾ ചെല്ലാതിക്കര് എന്ന് പറഞ്ഞിട്ട് വീണ്ടും ചെല്ലുക. ഇങ്ങനെ ആവർത്തിച്ച് ഇടക്ക് നിർത്തി വീണ്ടും ആവർത്തിച്ച് ഇടക്ക് നിർത്തി വീണ്ടും ആവർത്തിച്ചിട്ട് ചെല്ലുക. ഇതുകൊണ്ടുള്ള ഗുണങ്ങൾ പറയാ. നിങ്ങൾ ചെല്ലിക്കോളി എന്ന് പറയണ്ട. എന്താന്ന് വെച്ചാല് എനിക്കറിയാ, ഒരു പെണ്ണെ ചെല്ലിക്കുക, ഇത് മൂത്ത് മുണ്ടിട്ടിട്ട് പോകേനെന്ന് എഴുതി പോകുന്നപോലെ അങ്ങക്ക് തിരക്കുണ്ടെങ്കിൽ പോയിക്കോളി, അതിനിവിടെ വേറെ ആളുണ്ട് എന്ന് പറയിപ്പിക്കണ്ടല്ലോ. അതേ സമയത്ത് നമ്മൾ കൂട്ടത്തിൽ ചെല്ലുമ്പോൾ കൂട്ടത്തിൽ അവന് ചെല്ലാനുള്ളൊരു പ്രചോദനമാകുക. അങ്ങനെയാണ് പ്രചോദനമാകുക. ഈ പ്രചോദനം കൊണ്ട് കൂട്ടത്തിൽ ചെല്ലിയാൽ. പക്ഷേ സാധാരണ ഇങ്ങനെ ദിക്റൊക്കെ ചെല്ലുന്ന കൂട്ടത്തിലൊക്കെ ചെല്ലുന്നവർക്ക് അതിനുള്ള തൗഫീഖ് അധികവും പ്രതീക്ഷിക്കേണ്ടതുള്ളൂ. അല്ലാത്ത മോശമാണെന്നല്ല. അല്ലാഹു തആല നമുക്കൊക്കെ അതിനുള്ള ഭാഗ്യം തരുമാറാകട്ടെ. അത് വലിയൊരു കാര്യമാണ്. കൂട്ടത്തിൽ ദിക്ർ ചൊല്ലി ശീലിച്ച ആളുകൾക്ക് വളരെ പ്രചോദനമാണ്. ഈ കൂടിയിരുന്ന 2-3 ആളുകൾ കൂടി ചെല്ലുക. നിങ്ങൾ പറയൊന്നും വേണ്ട, ഓന് പണ്ട് ജീവിതത്തിലെ ശീലം ഉണ്ടെങ്കിൽ കൂട്ടത്തിൽ അങ്ങനെയാണ് ചെല്ലിക്കോളൂ. ജീവിതത്തിൽ നമ്മളത് പരമാവധി ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണത്. മറിച്ച് നാം ഏറ്റവും കൂടുതൽ എന്തായിരുന്നോ ദുനിയാവിൽ ജീവിച്ച സമയത്ത് ഉപയോഗിച്ചിരുന്നത് ആ വാക്കാണ് ഈ മരണസമയത്ത് വരിക. ചെല്ലണം എന്നൊക്കെ നമുക്കുണ്ടാവും. നാവ് നാം ഉദ്ദേശിച്ചേക്ക് കിട്ടാത്ത സമയമാണത്, നിയന്ത്രണം വിട്ടിട്ടുണ്ടാവും. ആ സമയത്ത് ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ ഉപയോഗിച്ചിരുന്ന വാക്കെന്താണോ അതാണ് ആവർത്തിച്ചു വരിക.